നല്ല ഒരു പ്രഭാതം കർത്താവ് തിരുസന്നിധാനത്തിൽ കടന്നു വരുവാൻ നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 51 അധ്യായത്തിൻ്റെ 3 വാക്യം. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തെ പഠിക്കുമ്പോൾ നമുക്കറിയാം, സിയോൻ, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നുവെന്ന് ദാവീദ് പല പ്രാവശ്യം സങ്കീർത്തനത്തിൽ കൂടെ പാടി സന്തോഷിച്ച സങ്കീർത്തനമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നുവെന്ന് ദാവീദ് പലപ്പോഴും പാടി അവകാശപ്പെട്ടിട്ടുള്ള സങ്കീർത്തനവും നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ സിയോൻ്റെ അവസ്ഥ വളരെ വ്യത്യസ്തമായി. അവിടെ സന്തോഷവും സ്തോത്രവും സംഗീതവുമെല്ലാം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. എന്നാൽ നഷ്ടപ്പെട്ടു പോയ സിയോനെ അപ്രകാരം തന്നെ തള്ളിക്കളയുവാൻ ദൈവം മുതിരാതെ വീണ്ടും തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരു കാഴ്ച. അതാണ് പ്രവാചകനിൽ കൂടെ ഒരാശ്വാസം സിയോൻ പുത്രിമാർക്ക് കൊടുക്കുന്നത്. സിയോൻ പുത്രിമാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനത്തെ ഉദ്ധരിച്ചും കൊണ്ടാണ് സിയോൻ എന്നവരെ വിളിക്കുന്നത്, സിയോൻ വാസികൾ എന്ന് വിളിക്കുന്നത്. അവരെ ഇപ്പോൾ ദൈവം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവിടെ പല പ്രശ്നങ്ങൾ അവിടെ കണ്ടു. 1, അവിടെ അനേകം ശൂന്യ സ്ഥലങ്ങൾ. 2, ധാരാളം മരുഭൂമിയുടെ അനുഭവം ആ സിയോനിൽ ഇതാ ഉണ്ടായിരിക്കുന്നു. 3, അവിടെ നിർജ്ജന പ്രദേശങ്ങളാണ് ധാരാളം. ശൂന്യത എപ്പോഴും മനുഷ്യ ജീവിതത്തിൽ അവരെ ഒരു നീരാളി പോലെ കടന്നു പിടിക്കുന്നതായ ഒരവസ്ഥയുണ്ട്. മനുഷ്യ ജീവിതത്തോട്, വിശ്വാസികളുടെ ജീവിതത്തോട് ഏകോപനപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചകൻ ഈ പ്രവചനത്തെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ മുൻപിൽ സമർപ്പിക്കുന്നത്. സിയോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തെ കാണിക്കുന്നു. ഒരു കാലത്ത് ദൈവം നമ്മളിൽ പ്രകാശിച്ചിരുന്നു, നാം ദൈവത്തിന് പ്രകാശമായിരുന്നു. നമ്മളിൽ നിന്ന് സ്തുതിയും സ്തോത്രവും സംഗീതഘോഷവുമൊക്കെ പുറപ്പെട്ടിരുന്നതായ ഒരു കാലം. എന്നാൽ കാലങ്ങൾ കടന്നു ചെന്നു. ആ ആശ്വാസത്തിലും ആ വലിയൊരു പുകഴ്ചയിലും നമ്മൾ നിന്നതിനാൽ ഒരു ദിവസം ശത്രു കയറി വന്ന് അടിമയാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വീഴപ്പെട്ടുപോയി, താഴ്ത്തപ്പെട്ടുപോയി. നാം അറിയാതെ ശത്രുക്കളുടെ മുൻപിൽ നാം അകപ്പെട്ട അവസ്ഥ. അങ്ങനെ പല സമയത്തും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നാം താഴ്ത്തപ്പെട്ട ശത്രുവിൻ്റെ കയ്യിൽ പെടുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ ഉടലെടുക്കും. 1, ശൂന്യസ്ഥലമുണ്ടാകും, മരുഭൂമി ഉണ്ടാകും, നിർജ്ജന പ്രദേശങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ വാസസ്ഥലമല്ലാതെ മാറിപ്പോയി. ദൈവത്തിൻ്റെ വാസസ്ഥലത്തിൽ നിന്നുള്ളതായ വ്യത്യാസമുണ്ടാകുമ്പോൾ നമ്മളിൽ ശൂന്യസ്ഥലങ്ങൾ, ശൂന്യത എന്ന് പറഞ്ഞാൽ എത്ര നിറച്ചിട്ട് നിറയാതെ, അനേക രീതിയിലുള്ള അധ്വാനങ്ങൾ കൊണ്ടുവന്നു, അനേക രീതിയിലുള്ള വരുമാനങ്ങൾ, അനേക സമ്പാദ്യങ്ങൾ എല്ലാം കൊണ്ടുവരുന്നു. ആത്മീകമായിട്ടും ഭൗമികമായിട്ടും നാം അതിനെ നിറയ്ക്കാൻ നോക്കുന്തോറും വീണ്ടും വീണ്ടും നിറയ്ക്കുവാൻ കഴിയാത്ത ശൂന്യതകൾ, ജീവിതത്തിലെ ശൂന്യതകളെ ഒന്നൊന്നായി എണ്ണുവാൻ നമുക്ക് നമ്മുടെ മുൻപിൽ നിരന്ന് കാണും. ശൂന്യതയാണ്, എന്തെല്ലാം ചെയ്തിട്ടും ശൂന്യതയാണ്, നിറയുന്നില്ല. അതിനുശേഷം അല്പം കൂടെ മുൻപോട്ട് ചെന്നാൽ മരുഭൂമി കാണും. എന്താണ് ഈ മരുഭൂമി? ഒന്നും വിളയാത്ത സ്ഥലം. പല രീതിയിലുള്ള കൃഷി, പല രീതിയിലുള്ള ബിസിനസ്, പല രീതിയിലുള്ള ആത്മീക പ്രചോദനങ്ങൾ, പല കാര്യങ്ങൾ ചെയ്തു എങ്കിലും വീണ്ടും വീണ്ടും മരുഭൂമിയാണ്. വെള്ളമില്ല, മഴയുമില്ല, ഉറവയില്ല, കുടിക്കുവാനും വെള്ളമില്ല. എവിടെ നോക്കിയിരുന്നാലും പാറക്കെട്ടുകളും ചുട്ടുപഴുക്കുന്നതായ മണലാരണ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതാണ് മരുഭൂമിയുടെ അവസ്ഥ. അവിടെ കൃഷി ചെയ്യാൻ പല രീതിയിലും കൃഷി ചെയ്ത് നോക്കി, പല ബിസിനസ്സുകൾ ചെയ്തു നോക്കി, പല രീതിയിൽ ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ഉത്തേജനം നൽകുന്നതായ അല്ലെങ്കിൽ ഉണർവ് വരുത്തുന്നതായ അനേക കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷെങ്കിൽ ഒന്നും അങ്ങോട്ടൊരു ഫലം കാണുന്നില്ല. വളർന്നു വരുമ്പോഴേ വെയിലിൻ്റെ ചൂടിനാൽ കരിഞ്ഞു പോകുന്നു.
കുടിക്കുവാൻ വെള്ളമില്ലാതെ ചെടികളും സസ്യങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം അവിടെ നിന്ന് ഓടി ഒളിച്ചു. അതിനുശേഷം അല്പം കൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇതാ നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ പണ്ട് വാസസ്ഥലമായിരുന്ന ഭവനങ്ങളൊക്കെയും അതിപ്പോൾ നിർജ്ജനമായി. അവിടെയെങ്ങും പാർപ്പില്ല, മനുഷ്യരെ ഒന്നും കാണുന്നില്ല, സാക്ഷ്യങ്ങളും ശബ്ദങ്ങളും ഒന്നുമില്ല. മനുഷ്യർ പോയതോടുകൂടി അവിടെ നിന്ന് മൃഗങ്ങളും പക്ഷിമൃഗാദികളും ജീവനുള്ളവരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എവിടെ നോക്കിയിരുന്നാലും നിർജ്ജന പ്രദേശം. ഇങ്ങനെയുള്ളതായ ശൂന്യാവസ്ഥയിൽ നിന്ന് ദൈവം അതിനെ ഒരു രൂപാന്തരം കൊടുക്കുന്നതായ അവസ്ഥയെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. ശൂന്യ സ്ഥലത്ത് ആ ദൈവം കടന്നു വരുമ്പോൾ അവിടെ ഇതാ ആശ്വാസം. അപ്പോൾ ശൂന്യത എന്ന് പറഞ്ഞാൽ ആശ്വാസമില്ലായ്മ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എപ്പോഴും ആശ്വാസമില്ല, സമാധാനമില്ല, ഒരു സന്തോഷമില്ല. നാം അറിയാതെ എപ്പോഴും കരയുന്ന ഒരവസ്ഥ, ഒന്നിനെ കണ്ടുകൊണ്ടും ആശ്വസിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ. അവിടെ ഇതാ ദൈവം കരുണ തോന്നി ആശ്വാസത്തെ പകരുന്നു. അതിനുശേഷം ദൈവം മരുഭൂമിയെ ഏദൻ തോട്ടം പോലെ ഫലഭൂയിഷ്ടമുള്ളതാക്കും. നോക്കൂ, ദൈവം സന്ദർശിക്കുന്നതായ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവ സന്ദർശനത്തിന് വേണ്ടി നമ്മുടെ വാതിലുകളെ ദൈവത്തിന് തുറന്നു കൊടുക്കുമ്പോൾ മരുഭൂമിയെല്ലാം ഏദൻ തോട്ടം പോലെയാകും. എന്ത് നട്ടാലും കിളിർത്ത് അത് വളർന്ന് സകലവിധമായ ഫലങ്ങളും തരുന്നതായ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതായ, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും അവിടെ വിളയുന്നതായ ഒരു വലിയ മനോഹരമായ തോട്ടം പോലെയായിത്തീരുന്നു. അതിനുശേഷം മുൻപോട്ട് ചെല്ലുമ്പോൾ ഇതാ നിർജ്ജന പ്രദേശം. പണ്ട് പാർപ്പുണ്ടായിരുന്നു, ഇപ്പോൾ പാർപ്പില്ല. ജനങ്ങളെല്ലാം അവിടെ നിന്ന് ഓടി മറിഞ്ഞു കളഞ്ഞു. അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി അനേകരെ അടിമകളാക്കി കൊണ്ടുപോയി. ശത്രുക്കളുടെ കയ്യിൽ പിടിപെടുമ്പോൾ ആ ദേശമെല്ലാം നിർജ്ജനമാകും. ദൈവം അവിടെ എന്ത് ചെയ്തെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ യഹോവയുടെ തോട്ടമാക്കി. അതിൻ്റെ അർത്ഥം ആ ഭവനങ്ങളിൽ, ശൂന്യമായി കിടന്ന ഭവനങ്ങളിൽ ദൈവം വന്ന് വസിച്ച് വിശ്രാമം കൊള്ളുന്ന ഒരനുഭവം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ, ദൈവത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ദൈവം നമ്മളിൽ വിശ്രാമം കൊള്ളുന്ന അനുഭവം ഉണ്ടാകണം. നമ്മളിൽ ദൈവം ദുഃഖിക്കുന്ന അനുഭവമല്ല, ദൈവത്തിന് വിശ്രാമം അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവം ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്? അതിനു മുമ്പുള്ള വചനങ്ങളിൽ ദൈവം ജനത്തോട് പ്രവാചകനിൽ കൂടെ പറയുകയാണ്, അബ്രഹാമിനെ നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ ഏത് രീതിയിലാണ് നടന്നു വന്നത്? കടന്നു വന്ന പാത എങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ദൈവം നിന്നെ വിളിച്ചത്? ഏകനായി ദൈവം നിന്നെ ഭവനത്തിൽ നിന്ന് വിളിച്ചു. നിന്നെ വിളിക്കുമ്പോൾ നിന്നോടുകൂടെ സാറയുണ്ടായിരുന്നു, ലോത്തുണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം നിന്നെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച്, നിന്നോട് ദൈവം ചില പ്രമാണം ചെയ്ത്, ചില ഉടമ്പടി ചെയ്ത് ദൈവം നിന്നെ നാഥനായി വിളിച്ചു കൊണ്ടുവന്നു. പക്ഷെങ്കിൽ കുറേ കഴിഞ്ഞതിന് ശേഷം ഇതാ ആ അനുഭവങ്ങളെല്ലാം നീ മറന്നു കളഞ്ഞപ്പോൾ സിയോന് പറ്റിയതുപോലെ ആയിപ്പോയി. മഹത്വം നഷ്ടപ്പെട്ടു, മരുഭൂമികൾ പ്രത്യക്ഷപ്പെട്ടു, നിർജ്ജന പ്രദേശങ്ങളുണ്ടായി, അവിടെ ഇതാ ശൂന്യ സ്ഥലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് കിട്ടിയിരുന്നാലും മതിവരാത്തൊരനുഭവം, മരുഭൂമി, ശൂന്യത, നിർജ്ജന അവസ്ഥ. എന്നാൽ ദൈവം കരുണ തോന്നുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് വഴി തുറന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ, ഹൃദയത്തിൻ്റെ വാതിലുകളെ ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോൾ, ദൈവം നമ്മെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് എങ്ങനെയാണ് വിളിച്ചത്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഭവനത്തിൽ ഊറ്റുമാറാക്കിയ മുഖാന്തരങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ കണക്ക് പറയുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, ദൈവമിതാ നമ്മുടെ ശൂന്യതകളെ ആശ്വാസം കൊണ്ട് നിറയ്ക്കുന്നു, മരുഭൂമിയെ ഫലമുള്ളതാക്കി തീർക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളിൽ മേൽ നിനക്കൊരാശ്വാസം കാണുവാൻ അത് സംഗതിയാകുന്നു. നിർജ്ജന പ്രദേശങ്ങളൊക്കെ ആൾപ്പാർപ്പില്ലാതെ ശൂന്യമായി കിടന്ന, അല്ലെങ്കിൽ ആ ഒരുത്തരും ഉത്തരവാദിത്വമില്ലാതെ കിടന്ന ഭവനങ്ങളിലൊക്കെയും ഇതാ ദൈവം അവിടെ സമാധാനം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന് ആശ്വാസമുണ്ടാകുവാൻ യഹോവയുടെ തോട്ടമാക്കുന്ന, ദൈവം വിശ്രമിക്കുന്ന സ്ഥലം, ദൈവത്തിന് നാം ഒരുക്കുന്നതായ വിശ്രാമ സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കണം. യഹോവയുടെ തോട്ടം പോലെ ആയിരിക്കണം. ദൈവത്തിന് സർവ്വസ്വാതന്ത്ര്യമുള്ള തോട്ടം, ദൈവം പറഞ്ഞാൽ കേൾക്കുന്നതായ അനേക ജീവികൾ പാർക്കുന്ന സ്ഥലം. അതിനെയാണ് ദൈവം ഒരു തോട്ടത്തിൽ വരുമ്പോൾ ആദാമേ നീ എവിടെ എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്ന ആദാമിനെയും ഹൗവയെയും നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഓരോന്നിനെയും പേർ ചൊല്ലി വിളിക്കുന്നു.
താക്കീത് ചെയ്യുന്നു, ശിക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരെ സൗഖ്യമാക്കുന്നു. അതിനൊക്കെയും ദൈവത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു തോട്ടം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ശൂന്യാവസ്ഥകളെ മാറ്റുവാൻ, നമ്മുടെ മരുഭൂമിയുടെ അനുഭവങ്ങളെ മാറ്റുവാൻ, നിർജ്ജനാവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിന് പ്രസാദകരമായി തീരുന്നു. നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അങ്ങനെയാണ് ഭക്തന്മാരെ കുറിച്ച് പറയുന്നത്. അവൻ ആറ്റുകരുത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലമാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അറിയാമോ? യഹോവയുടെ വചനപ്രകാരം നടക്കുന്നവൻ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുകയാണ്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയത്നങ്ങൾ തോറ്റുപോകുന്നത് നാം ദൈവത്തിൻ്റെ ഭക്തിയിൽ, നാം ദൈവം നമ്മെ നടത്തിയതായ വഴികളെക്കുറിച്ച് ചിന്തനം ചെയ്യാതെ നാം ആരെന്നുള്ളതായ ആ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയാൽ ശത്രു നമ്മെ കീഴടക്കും. ദൈവത്തിൻ്റെ ശോഭ പിശാച് അല്ലെങ്കിൽ ശത്രുക്കളുടെ ശോഭയായി മാറിപ്പോകും. നാം അനുഭവിക്കേണ്ട അനേക നന്മകൾ ശത്രുക്കൾ അനുഭവിക്കുന്നതിനിടയായിത്തീരും, പരിഹാസികൾ അനുഭവിക്കുന്നതിനിടയായിത്തീരും. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഞാൻ സിയോനിലേക്ക് ഇതാ തിരിച്ചു വരുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു തരുവാൻ നമുക്ക് ദൈവം നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ തരികയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ നിൻ്റെ മരുഭൂമിയുടെ അവസ്ഥയെ ഞാൻ അത് ചികിത്സിച്ച് അത് ഏദൻ തോട്ടം പോലെയാക്കാം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ. ഈ നല്ല ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സന്ദർശിച്ചല്ലോ. ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അവൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കുന്നവൻ, അവൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നവൻ അവൻ്റെ സന്നിധിയിൽ നിന്ന് സ്തുതിയും സ്തോത്രവും സ്തോത്രസ്വരങ്ങളും മുഴക്കി കർത്താവ് കടന്നു വന്നിരിക്കുന്നതായ ഒരവസ്ഥയെ ദൈവമുള്ള ഭവനമാക്കി അതിനെ മാറ്റും. അവിടെ നിന്ന് സ്തുതി ഉയരും, അവിടുന്ന് സ്തോത്രമുയരും, സ്തോത്ര സംഗീതങ്ങൾ അവിടുന്ന് ഉയരും. അതിൻ്റെ അർത്ഥം അവിടെ ഒരു രാജാവ് വന്നിരിക്കുന്നു, അവിടെ ഒരു അധിപൻ വന്നിരിക്കുന്നു, അവിടുത്തെ ഭരിക്കുന്നവർ ഒരു അധികാരി വന്നിരിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് ആകുന്നതിനിടയായിത്തീരും. ഈ പ്രഭാതം ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ലോകത്തോട് വിളിച്ചറിയിക്കുന്ന ഒരു പട്ടണമായി, ഭവനമായി, ജീവിതമായി നാം മാറ്റപ്പെടുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ.